എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ അപ്പുചേട്ടൻ ഇങ്ങനെ മാരീഡ് ആയിട്ട് കാണാനും. ഇങ്ങനെ ഒരു ഫേസിൽ അപ്പുചേട്ടനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഡിഫറെന്റ് ഇമോഷനാണ്. ഐ എം സോ ഹാപ്പി ഫോർ. അപ്പുവിനെ പറ്റി ഇപ്പൊ എന്താ പറയാ, നല്ലത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പുമാമൻ സൂപ്പറാണ്. പിന്നെ അവനെ പറ്റി പറയാൻ, അപ്പുമാമൻ വീരനാണ്. അപ്പുന് വേണ്ട പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചത്. അതാ നല്ല അടിപൊളിയായി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പുന്റെ വേലിയായി, വിശ്വസിക്കാൻ പറ്റണില്ല. കൃതി ആണെങ്കിലും ഗോകുലാണെങ്കിലും ഏകദേശം രണ്ടും ഒരുപോലെ പോണ ആൾക്കാരാണ്. ഗോകുലിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ എന്റെ ചേട്ടനാണ്. ഞാൻ അപ്പുചേട്ടാന്നാ വിളിക്കുക. അവസാനം എല്ലാത്തിനും അവൻ കീഴടങ്ങി അവിടെ നിൽക്കുന്നു. അതാണ് മൃതി ആണെങ്കിലും അവനൊരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ആക്ച്വലി. കാരണം എല്ലാം കൊണ്ടും യോജിച്ച് വരുന്ന തരത്തിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങൾക്കും സന്തോഷമാണ്. അവന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവന് കാ പറയാൻ കിട്ടില്ല. കാ വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാൻ കിട്ടില്ല. അപ്പൊ അവന്റെ പേര് ഗോകുൽ എന്നാണ്. അപ്പൊ അവനത് ജോജുൽ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതാണ് അവനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം വരുന്ന കാര്യം, ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അപ്പു ഇപ്പൊ വേളി കഴിഞ്ഞിട്ട് ദേ അവിടെ നിൽക്കുകയാണ്. അതാലോചിക്കുമ്പോ എന്താ പറയാ, ഈ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഇത്രയും വർഷങ്ങൾ പോയില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് പോയ പോലെ തോന്നി. ഇപ്പോഴും നമ്മൾ ആ സ്കൂളിൽ അവൻ ആ ജോജുലിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിങ്ങനെ ചിരിക്കാറുണ്ട് കേട്ടോ. എന്തായാലും രണ്ടാളും നല്ല അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്.
ആയിട്ട് ജീവിക്കട്ടെ. അപ്പു, സ്മൃതി, ഓൾ ദ ബെസ്റ്റ്.